ഇന്ന് നമ്മൾ പറയുന്ന അടുത്തൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്, അതായത് ദൈവത്തിന്റെ കിരീടം എന്നറിയപ്പെടുന്ന മക്കോട്ട ഡച്ച് ബോട്ടണിസ്റ്റുകളായ റുഡോൾഫ് ഹെർമാൻ, ക്രിസ്ത്യൻ കാരൽ ഷെഫർ, പിന്നെ ജേക്കബ് ഗിൽബർട്ട് ബോയലാജുകളുടെ കൂടിയാണ് ഈ പ്ലാന്റിന് ഫലേരിയ മൈക്രോകാർപ്പ എന്ന് പറഞ്ഞ സയന്റിഫിക് നെയിം ഇട്ടത്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള ഇന്തോനേഷ്യയിലെ ജാവ ഐലൻഡ്സ് ആണ് ഇതിന്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ യുണീക്ക് മെഡിസിനൽ പ്രോപ്പർട്ടീസ് കാരണം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. തായ് മലേസിയ ഫാമിലിയിൽപ്പെട്ട 3 to 5 മീറ്റർ വരെ പൊക്കം വയ്ക്കുന്ന ചെറുമരങ്ങളാണിവ. പിന്നെ ഇതിനുള്ളത് നല്ല മിനുസമുള്ള ഫ്രൂട്ട്സ് ആണ്. നല്ല ബ്രൈറ്റ് റെഡ് കളറിലും പച്ചയാണെങ്കിൽ നല്ല പച്ച കളറിലുമാണ് ഇതിരിക്കുന്നത്. ഫ്ലവേഴ്സ് ഇതേവരെ ഉണ്ടായി കണ്ടിട്ടില്ല, പക്ഷേ ചെറിയ വെള്ള കളറുള്ള പൂക്കൾ ആണെന്നാണ് പറയപ്പെടുന്നത്. അത് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഇലകളാണെങ്കിൽ നല്ല മിനുസമുള്ള കടും പച്ച കളർ ഇലകളാണ്. ഇനി ഇതിൻ്റെ കോമ്പോസിഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ അകത്ത് ഫ്ലേവനോയിഡ്സ് ഉള്ള കാരണം ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതുപോലെ ഇതിലുള്ള ആൽക്കലോയിഡ്സ് ഇതിൻ്റെ തെറാപ്യൂട്ടിക് എഫക്ട്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ സാപ്പണിൻസ് ഇമ്മ്യൂൺ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ പോളിഫെനോൾസ് ഉള്ളത് കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറിച്ചെടുത്തേക്കണേ പറഞ്ഞാൽ മുറിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ അത് നല്ല ചകിരി പോലെയാണ് ഇരിക്കുന്നത്. നല്ല ഫൈബ്രസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒത്ത നടുക്കാണ് ഇതിൻ്റെ കായ. അത്യാവശ്യം ഒരു റംബുട്ടാൻ്റെ ഒക്കെ കായ പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ചുറ്റും ചകിരി പോലെയുള്ള ഫൈബേഴ്സ്. ഇനി ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡയബറ്റീസ് മാനേജ്മെൻറ്റിന് നല്ലതാണ്. അതായത് ഇത് ബ്ലഡ് ഷുഗർ ലെവൽസ് റെഗുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഇൻഫ്ലമേഷനും പെയിനും കുറയ്ക്കും. പിന്നെ ഇത് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്ത് ഇൻഫെക്ഷൻസ് ഒക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഇത് ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിൻ്റെ മെയിൻ മെഡിസിനൽ യൂസ് ആയിട്ട് നമ്മൾ കൂടുതലും കേട്ടേക്കുന്നത് ഡയബറ്റീസ് കൺട്രോൾ തന്നെയാണ്. അതിനായിട്ട് ഇതുപോലെ ചീമ്പി എടുക്കുന്ന പൂളുകൾ ഉണക്കിയെടുത്ത് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉണക്കിയെടുക്കുന്ന പ്രോസസ്, അതായത് വെയിലത്ത് വെച്ച് ഉണങ്ങുന്ന പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. ഒരു ദിവസത്തേക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നതിൽ 1-2 പൂള് മാത്രമാണ് ഞങ്ങൾ ഇതിവിടെ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് അത്ര പ്രിഫറബിൾ അല്ല, കാരണം ഇതിൻ്റെ അകത്ത് വല്ല ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട്. അപ്പം നമ്മൾ ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി സ്കിൻ ഡിസോർഡേഴ്സിനും ഇത് നല്ലൊരു മരുന്ന് തന്നെയാണ്. അതായത് ഈ ഫ്രൂട്ട് അല്ല, ഈ ചെടിയുടെ മരത്തൊലിയാണ് സ്കിൻ ഡിസീസിന് യൂസ് ചെയ്യുന്നത്. അതായത് എക്സിമോ ആയിട്ടുള്ള സ്കിൻ ഡിസീസിന് അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട് പൾപ്പ് ഡൈജസ്റ്റീവ് ഇഷ്യൂസിന് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര ചകിരിമായിരിക്കുന്നതുകൊണ്ട് ഇത് ഞങ്ങൾ ഇതേവരെ യൂസ് ചെയ്തിട്ടില്ല, നേരിട്ട് കഴിച്ചിട്ടില്ല. പക്ഷേ കുടിക്കാനുള്ള വെള്ളത്തിൽ ഇടുന്നതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ട് സ്ട്രെസ് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. സ്ട്രെസ് റിലീഫിനും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഇത്. ഇതിൻ്റെ ഗ്രോയിങ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇത് വളരുന്നത്. അതുപോലെ തന്നെ നല്ല വെൽ ഡ്രെയിൻഡ് സോയിൽ, ഫെർട്ടൈൽ സോയിൽ, pH വാല്യൂ 6 to 7.5 ആണ്. അതുപോലെ തന്നെ നല്ല ഫുൾ സൺലൈറ്റ് വേണം. ചെറിയ പാർഷ്യൽ ഷെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല. വാട്ടറിങ് ആണെങ്കിൽ കൺസിസ്റ്റൻറ്റ് മോയ്സ്ചറും, വാട്ടർ ക്ലോഗിങ് പാടില്ല, പക്ഷേ കൺസിസ്റ്റൻറ്റ് മോയ്സ്ചറും നല്ലതാണ്. അപ്പോൾ ഇത് ഇന്തോനേഷ്യയിലൊക്കെ ഒരു ഗോഡിൻ്റെ തന്നെ, അതായത് ദൈവത്തിൻ്റെ തന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ട്രഡീഷണൽ റിച്വൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.